ഹായ് ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്കപ്പ് ട്രാൻസിഷൻ വീഡിയോവുമായിട്ടാണ്. നമ്മൾ കുറച്ചൊന്ന് ആഷ് പുഷായിട്ട് ഒരുങ്ങാം നമുക്ക്, പക്ഷേ എന്നാലിട്ട് ആഷ് പുഷായിട്ട് തോന്നുകയും ചെയ്യരുത്. ആ രീതിയിൽ നമുക്ക് എങ്ങനെയൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. എന്ന് പറയുമ്പോൾ ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതാണ് ആക്ച്വലി ആഫ്റ്റർ മേക്കപ്പ് ലുക്ക് വന്നിട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ് ഫസ്റ്റ് തന്നെ വീഡിയോയിൽ വന്നിട്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ ഒരു കോമ്പിനേഷനിൽ. നിങ്ങൾക്ക് ഈ ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതൽ എടുക്കുക. ഗ്ലിസറിൻ നിങ്ങൾക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റോസ് വാട്ടർ ആണെങ്കിലും അവിടെ തന്നെ കിട്ടുമല്ലോ. ഇത് രണ്ടിൻ്റെയും ഒരു റേഷ്യോയിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഗ്ലിസറിൻ്റെ എമൗണ്ട് വേണം, അങ്ങനെ ആയാലാണ് ഇത് ഓക്കെ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ ഏറ്റവും ഒരു കുറഞ്ഞ അളവിലെടുക്കുക, പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ച് കുറവ് എമൗണ്ട് എടുത്താൽ മതി. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലൊരു കോമ്പണന്റ് ആണ്, നല്ലതായിട്ട് യങ് ആക്കി വെക്കും, സ്കിന്ന് ടൈറ്റൻ ചെയ്യും, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മേക്കപ്പിലേക്ക് വരാം കേട്ടോ. മേക്കപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫൗണ്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡാസ്ലറിൻ്റെ ആണ് ഫൗണ്ടേഷൻ വന്നിട്ട്. ഞാൻ ഓൾറെഡി ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു 120 റുപ്പീസ് മേക്കപ്പിൻ്റെ ആ ഒരു ഇതിൽ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഈ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീറ്റിഷ് സ്കിൻ ടോൺ ടു ഡാർക്ക് സ്കിന്നിലേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നതാണ്. ഇത് ലൈറ്റ് സ്കിൻ 32 ആണ് ഷെയ്ഡ്. ഇതാണ് വീറ്റിഷ് ടു ഡാർക്ക് സ്കിന്നിന് നന്നായിട്ട് മാച്ച് ആവുന്നത്. 31 വന്നിട്ട് ഫെയർ സ്കിന്നിന് ഓക്കെ ആവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് കവർ ചെയ്യുന്നത് ഡാർക്ക്. ഇവിടെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നമ്മുടെ കളറിന്റെ കാര്യം. ഡാർക്ക് സ്കിന്നിന് വരുന്ന സമയത്ത് ഫെയർനെസ് തരും. വീറ്റിഷ് സ്കിന്നുകാർക്ക് ഇത് ഷെയ്ഡ് ആപ്റ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ട് ഡാബ് ചെയ്യാം. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം, മോർണിംഗിൽ ഇട്ടാലും ഈവനിങ്ങിൽ വരെ പോവാത്തൊരു രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഞാൻ എലീസിൻ്റെ ഒരു കാജൽ ഐബ്രോ പെൻസിലാണ് ഇത് വന്നിട്ട്. കാരണം സ്മഡ്ജ് ആവാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ഇതുകൊണ്ട് എഴുതുന്നത്. താഴ്ഭാഗത്താണ് നമുക്ക് വല്ലാതെ സ്മഡ്ജ് ആവുന്നതല്ലോ. ആൻഡ് ഇനി വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ബ്ലൂ ഹെവൻ്റെ ഇതൊരു 10 റുപ്പീസിൻ്റെ ചെറിയ കോണാണ് കേട്ടോ. അത് വന്നിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടും വെറുതെ അങ്ങ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ, റഫായിട്ട് എഴുതി കൊടുക്കുന്നു. ഇനി നമുക്കിതിൽ വർക്ക് ചെയ്യാനുണ്ട്. സ്മോക്കി ഐസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. സ്മോക്കി എന്ന് പറഞ്ഞാൽ ഫ്രം കോർണർ ടു സ്മോക്കി അല്ല, എൻഡ് ടെയിൽ ഭാഗത്തേക്ക്, ഐയുടെ ടെയിൽ ഭാഗത്തേക്ക് സ്മോക്കി ആയിട്ടുള്ളൊരു ഐ മോഡലാണ്. നിങ്ങൾക്കിത് കാണുന്നില്ലേ? ഇതാണ് ആ ഒരു മോഡൽ വന്നിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആൻഡ് ഇപ്പം എനിക്കറിയില്ല ഈ കണ്ണാടി ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര മറച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുന്ന പോലെയാണ്. അതുപോട്ടെ, ഞാൻ പറയാം എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ടെയിൽ ഭാഗത്തു നിന്ന് മേലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വല്ലാതെ അമർത്തിയിട്ടല്ല, ഒരു കുറച്ചൊന്ന് അധികം അമർത്താതെ നമ്മൾ മേലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ നിങ്ങൾ? അതൊന്ന് പരത്തി കൊടുക്കുക ബേസിക്കലി. അത് നിങ്ങൾക്ക് ബ്രഷ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കൈ വെച്ചിട്ട് ചെയ്താലും നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. സ്മോക്കി ഐസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എഗെയിൻ ഇത് ചെയ്തിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ ആ ഒരു നമ്മുടെ കണ്ണിനോട് തൊട്ടുള്ള ഭാഗത്ത് വേണമെങ്കിൽ ഒന്നും കൂടെ കണ്ണെഴുതി കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി ഇതിൽ വന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എക്സസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയത് നമ്മൾ തുടയ്ക്കാൻ പോകരുത്. കൈയുടെ നമ്മൾ വിരൽ വെച്ചിട്ട് തുടയ്ക്കാകുമ്പം അത് കറക്റ്റായിട്ട് കിട്ടും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് അവിടെ കട്ടായ പോലെയാണ് വരുന്നത്. ഷാർപ്പ് ലൈൻ ഫോം ആവും. നമുക്ക് ലൈൻ അല്ലല്ലോ ഫോം ആവേണ്ടത്, സ്മഡ്ജ് ആയിട്ട് കിടക്കണ്ടേ, സ്മോക്കി ആയിട്ട് കിടക്കണ്ടേ എന്താണെങ്കിലും. ഞാൻ പിന്നെ എക്സസ് ആയിട്ട് കുറച്ച് ടെയിൽ വല്ലാതെ നീണ്ടുപോയി. അപ്പോൾ എനിക്ക് തോന്നി അത് അത്ര ഓക്കെ അല്ല. പക്ഷെ നമ്മൾ ഒരു എത്നിക് വെയർ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് മുണ്ടും മോഡലൊക്കെ ആണ്, അല്ലെങ്കിൽ ഒരു ധാവണി മോഡലൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് പോകുന്നതാണ് കേട്ടോ ആ വാലിട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് വന്നിട്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കണം അല്ലേ. കോണ് അത്ര അധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പം നമുക്ക് ഒരു കോമ്പാക്ട് പൗഡറിൽ ജസ്റ്റ് ഫിംഗേഴ്സ് ഒന്ന് ടച്ച് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഐ പാലറ്റ് ആണ്. ഇത് ഐ പാലറ്റ് ആണ്, പക്ഷെ ഞാൻ കോണ്ടറും ഇത് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഐ ഷാഡോ ഇടുന്ന സമയത്ത് ഞാൻ അപ്പോൾ അതിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തത്. നമ്മൾ ഒറ്റ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്കൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കണ്ണടച്ച് നേരെ നോക്കുക കണ്ണടച്ചിട്ട്. എന്നിട്ട് ആ കണ്ണിൻ്റെ ഉണ്ണി എവിടെയാണ് വരുന്നത് ആ സെൻറ്റർ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അല്ല, നിങ്ങൾ ഈ ഒരു രീതി അല്ല ഉദ്ദേശിക്കണതെങ്കിൽ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ട് വരുന്ന രീതിയാണെങ്കിൽ സൈഡിൽ കുറച്ച്
കൂടുതലായിട്ട് കൊടുത്തിട്ട് സൈഡിൽ നിന്ന് മേലോട്ട്. മോസ്റ്റ്ലി സ്മോക്കി ഐസിന് സെൻട്രലാണ് ഈ രീതിയിൽ, സ്മോക്കി ഐസ് ആകുമ്പം ഈ രീതിയിലാണ് നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ടത്. അതാണ് ഭംഗി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സൈഡിൽ വേറൊരു കളർ കൊടുക്കുക, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. കോപ്പർ ബ്രൗൺസ് അല്ലെങ്കിൽ ഈ ബ്രൗൺ ഷെയ്ഡൊന്നും സൈഡിലേക്ക് കൊടുത്ത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിൽ തന്നെയുള്ള ഐ ഷാഡോ പാലറ്റിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്രൗൺ ഷെയ്ഡ്, ആ ബ്രൗൺ ഷെയ്ഡ് കോർണർ ഭാഗത്തേക്ക് കൊടുക്കുക, സെൻറ്ററിൽ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക, അപ്പം കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പം ഇതാണ് ഒരു ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ഞാനത് ആ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ആ ബ്രഷിലുള്ള എക്സസ് എമൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഐബ്രോ വലിയൊരു എന്താ പറയുക, ഞാൻ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാക്സിമം ഐബ്രോ സെൻറ്റർ ഭാഗത്തേക്ക് എഴുതാതിരിക്കാൻ നോക്കുക, ടെയിലിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് കട്ടി കൊടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി ഐബ്രോ ത്രെഡ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇതിപ്പോൾ ഒന്നും പറയാനില്ല അതിൽ നോക്കിയിട്ട്. നൈക്കയുടെ ആണ് കേട്ടോ ഐ ഷാഡോ പാലറ്റ് വന്നിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കോൺട്ര എടുത്തത്. ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെവിയുടെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ചീക്ക് ബോണിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു കോൺട്രിങ് നമ്മൾ ചെയ്യുന്നത്. മെലിഞ്ഞ ആൾക്കാർക്ക് എനിക്കിത് ശരിക്കും ചെയ്യണം എന്നില്ല. എൻ്റെ ഫേസ് ഓൾറെഡി കുറച്ചൊരു ഓവൽ ഷേപ്പാണ്. ഞാനിപ്പോൾ നല്ല മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് തടിച്ച് ചീക്കി നല്ല പഫി ആയിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, എനിക്ക് അങ്ങനെയുള്ള ഫേസസ് ഇഷ്ടമാണ് ശരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് കുറച്ച് താഴേക്ക് ഇവിടെ വരച്ചിട്ട് താഴേക്ക് നന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താടിയിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു നമ്മുടെ ഫേസിൻ്റെ തടി കുറയ്ക്കാൻ പറ്റും. അതുപോലെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾക്ക് ഏത് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ചീക്സിൽ മാത്രം ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ലൈക്ക് പ്ലംപി ലുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ല സൈഡിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു വേറൊരു ലുക്കാണ് വരുന്നത്. അങ്ങനെ നമുക്കത് ലൈക്ക് ഹിയർ ആൻഡ് ദർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത് നോക്കാം. എനിക്ക് ചീക്സിലേക്കും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഇഷ്ടം വരുന്നത്. പിന്നെ വന്നിട്ട് കുറച്ചൊരു എടുത്തിട്ട് മൂക്കിൻ്റെ തുമ്പത്തും തടിയുടെ തുമ്പത്തും ഒരു പനി പിടിച്ച ലുക്ക് ആക്കാനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം കൈ വെച്ചിട്ടാണ് എനിക്ക് കൂടുതലായിട്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പൗഡർ ബ്ലഷ് ആണ് കേട്ടോ. എൻ്റെ ബ്ലഷ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ട്, 2 ബ്ലഷസിൻ്റെ. അപ്പം അതിൽ കാണാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലഷ്. അത് NYBയുടെ ആണ് തോന്നുന്നു, ഐ എം നോട്ട് റിമെമ്പറിങ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ സ്മഡ്ജ് ചെയ്യുന്ന സമയത്താണ് നന്നായിട്ട് ലൈക്ക് സ്പ്രെഡായി നല്ലൊരു ഈവൻ ആയിട്ടുള്ളൊരു നല്ല കളറായിട്ട് വരുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു നമ്മൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് പൗഡർ ബ്ലഷ് ആയതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഹൈലൈറ്റർ ജസ്റ്റ് അതിൻ്റെ മേലെയായിട്ട്, ബ്ലഷിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് ആ ഒരു ബോൺ ഉണ്ടാവില്ലേ നമ്മുടെ ഐയുടെ കുറച്ച് താഴെയായിട്ട് നമുക്ക് കാണുന്ന ആ ഒരു ബോണിൻ്റെ അവിടെയാണ് നമുക്ക് ഹൈലൈറ്റർ ഇട്ട് നമ്മളൊന്ന് തിളങ്ങേണ്ടത്. പിന്നെ മൂക്കിൻ്റെ തുമ്പത്തിടാം, താടിയുടെ തുമ്പത്തിടാം, അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളങ്ങാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വരുന്നത്, മെയിൻ പാർട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള ആളുകളാണോ? എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ ഒരു എല്ലാ മേക്കപ്പും കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുക. വേറെ ഒന്നും ചെയ്യാതെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ പെട്ടെന്ന് എങ്ങനെയും പോകാണ്ട് പെട്ടെന്ന്, ഇപ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് തോന്നുന്നു. കാരണം ബാഗിൽ ഒരു ലിപ്സ്റ്റിക്കെങ്കിലും ഇല്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല. ലിപ്സ്റ്റിക്ക് ആളുകളുടെ മുന്നിൽ വെച്ച് എടുത്തിടുക എന്ന് പറയുമ്പോൾ സീറ്റിൻ്റെ താഴേക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് വെരി കോമൺ ആണ്. എടുക്കുന്നു, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു പുറത്തുനിന്നൊക്കെ. അങ്ങനെ ഒരു മടിയൊന്നുമില്ല. കാരണം എല്ലാവരും മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പോൾ അമ്മമാരൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. നമ്മളെ എൻഹാൻസ് ചെയ്ത് നടക്കുക എപ്പോഴും. ദാറ്റ് ഈസ് റിയലി നമ്മൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണത്. അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് മെയ്ബലിൻ്റെ, ഞാൻ ഓൾറെഡി അതിൻ്റെ ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഡാർക്ക് സ്കിന്നുകാർക്ക് വന്നിട്ട് ലൈനർ വരയ്ക്കാതെ അത്ര ഭംഗിയില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു മേക്കപ്പിനെ മൊത്തത്തിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കും. ചില ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിപ്പിലേക്ക് മാത്രം നോക്കുന്ന രീതിയിലായി പോവില്ലേ. ഇതങ്ങനെയല്ല. ഈ ഒരു ലിപ്സ്റ്റിക്കിന് എല്ലാ രീതിയിലും നമ്മൾ മേക്കപ്പ് ചെയ്താൽ ആ മേക്കപ്പിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അതുപോലെ തന്നെ നമ്മളുടെ ഫേസിന് ഒരു നല്ല ഫെയർനെസ്, നമ്മുടെ ചുണ്ട് ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ടുള്ളൊരു ചുണ്ട് പോലെയുള്ള ഒരു രീതിയിലേക്കാണ് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഷെയ്ഡ് വന്നിട്ട്. അപ്പം ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത്. കോമ്പാക്റ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വന്നിട്ട്. കാരണം കുറച്ചൊരു ഡ്യൂയി പോലെ ഇരിക്കുന്നുണ്ട്. ഞാനിത് ആ ഒരു
കുറച്ച് ചൂടത്താണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ഡ്യൂയി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റും കൂടെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് അല്ലാതെ ഉള്ളത്. വേണമെങ്കിൽ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. വല്ലാതെ നിങ്ങൾക്ക് എക്സസൈസ് ഇട്ട് ഇങ്ങനെ സ്വെറ്റ് വരുന്നുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോകാവുന്നതാണ്. കോമ്പാക്റ്റ് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. എനിക്ക് പിന്നെ ഒരു ഭയങ്കര പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ഷെയ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ലിപ്സ്റ്റിക്ക് ഞാൻ ആ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ റെയർ ആയിരിക്കും. ആ ഷെയ്ഡിലേക്ക് വേറൊരു ലിപ്സ്റ്റിക്ക് മാച്ച് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡിലേക്ക് എപ്പോഴും ഞാനത് മാറ്റിക്കൊണ്ടുവരും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിപ് ലൈനർ കുറച്ച് ഡാർക്കായി പോയി. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, അത് 24 hours. ഇത് ഷിറ്റ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഇത് വന്നിട്ടൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവും ആ ഒരു നമ്മുടെ ലിപ് ലൈനർ വരച്ചത്. ലിപ് ലൈനർ കോഫി കളറാണ് എൻ്റെ ലിപ് ലൈനർ ഞാൻ വരച്ചിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റുന്നില്ലേ. ആൻഡ് ഐ മേക്കപ്പ് ആണ് ഇത്. ഐ കണ്ടോ നിങ്ങൾ, ഇറ്റ്സ് സംതിങ് റിയലി ഈ ഒരു നല്ലതായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. ആ സൈഡ് ടെയിലിൽ നിന്ന് വന്നിട്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ബ്ലെൻഡായി വരുന്നുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ്. ശരിക്കും മേക്കപ്പ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം വൈബ്രൻ്റ് ആയിട്ട് നമ്മൾ ലിപ്പ് മോസ്റ്റ്ലി നമ്മൾ എന്താ നമ്മൾ കണ്ണ് ഭയങ്കരമായിട്ട് എഴുതുക, ഭയങ്കരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലിപ്പ് കുറച്ച് ഡള്ളാക്കി കൊടുക്കുക. ലിപ്പ് നന്നായിട്ട് നമ്മൾ ബ്രൈറ്റ് കളേഴ്സൊക്കെ ആണെങ്കിൽ കണ്ണൊന്ന് ഡള്ളാക്കി കൊടുക്കുക. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു മേക്കപ്പ് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. ആൻഡ് ഓൾസോ മോസ്റ്റ്ലി ന്യൂഡാണ് നമുക്ക് എപ്പോഴും ഈ ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കിന് നല്ലത്. ഞാൻ കുറച്ച് കോമ്പാക്റ്റും കൂടെ അപ്ലൈ ചെയ്ത് വേർതിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാൻ ഇല്ലാത്തടത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അപ്പം കുറച്ചുകൂടെ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോമ്പാക്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്ന പോലെയാണ്. മേക്കപ്പ് ഒന്നും കൂടെ അവിടെ സെറ്റ് ആയിട്ടിരിക്കും. എക്സസ് ആയിട്ട് എടുക്കരുത് ഒരിക്കലും കോമ്പാക്റ്റ്. ജസ്റ്റ് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുപാട് എടുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ആ ഇട്ട് കഴിഞ്ഞതിൻ്റെ എല്ലാം ഇതങ്ങ് കൊണ്ടുപോകും. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ബ്ലഷ് അധികം അങ്ങോട്ട് കാണണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു നാച്ചുറൽ ബ്ലഷ് ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓവർ ആയിട്ടില്ലാതാനും മേക്കപ്പ് നോ മേക്കപ്പ് ലുക്ക്, അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.